ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ കരംചന്ദ് ഗാന്ധിയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്താണ് കരംചന്ദ് ഗാന്ധി പ്ലസ് ആവുന്നത്? കർമ്മവും ചിന്തയും ചേർക്കണം. അതാ കർമ്മചിന്ത ഗാന്ധിയാണ് കരംചന്ദ് ഗാന്ധി. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാവുകയും ചിന്തിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. നമ്മൾ ശാസ്ത്രജ്ഞന്മാരായി പോകുന്നത് ഏറ്റവും മികച്ച ബുദ്ധിയുള്ളവരൊന്നുമല്ല. ശാസ്ത്രജ്ഞന്മാരായി ഏറ്റവും മികച്ച ബുദ്ധിയുള്ളവർ കുറേ പള്ളിയിലച്ചന്മാരായിട്ടുണ്ട്, കുറേ സ്വാമിമാരായിട്ടുണ്ട്. നല്ല ബുദ്ധിയുള്ളവർ, ഒരുപാട് ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിക്കാനുള്ള ബുദ്ധിയുള്ള ടീമിനെയെല്ലാം ശാസ്ത്രവും സത്യവും അന്വേഷിക്കുന്നതിന് പകരം അവർ ഈ ഭജനയും നടത്തിയിട്ട് ഈ ദൈവത്തിൻ്റെ 1000 പേരും പറഞ്ഞിരുത്തിയിട്ടുണ്ട്. അവരുടെ ബുദ്ധിയെ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തത്. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് എന്ന് പറയുന്ന ആ അവസ്ഥ നശിച്ചു പോയപ്പോഴാണ് ലോകത്ത് പട്ടിണി ഉണ്ടായത്, ലോകത്ത് പ്രയാസങ്ങളുണ്ടായത്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സുഖമായി ജീവിക്കേണ്ടതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാനും വികസിപ്പിക്കുവാനും കൂട്ടിച്ചേർക്കുവാനുള്ള ആ കഴിവിനെ നഷ്ടപ്പെടുത്തിയത് മതത്തിൻ്റെ പേരിലുള്ള സങ്കുചിതത്വവും അതിലൂടെ രാഷ്ട്രങ്ങളുടെ പേരിലുള്ള സങ്കുചിതത്വവും അതിലൂടെ യുദ്ധങ്ങളുമാണ്. ഈ ഭൂമിയുടെ വികാസത്തെ തടസ്സപ്പെടുത്തിയത് യുദ്ധങ്ങളാണ് പ്രധാനം. മനുഷ്യനും യുദ്ധങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനാരാ? ശാസ്ത്രത്തിന് വേണ്ടി, ഒരു അറിവിന് വേണ്ടി, ഒരു പുഴയ്ക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ഒരു യുദ്ധവും ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. ഈഗോ ക്ലേശ. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഇവിടെ വന്നിട്ട് എളുപ്പത്തിൽ അവർക്ക് ഈ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ടിപ്പുവും പഴശ്ശിരാജയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ പേരിലാണ് ബ്രിട്ടീഷ് മലബാറായി മാറിയത്. ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കണത്. പേരിൽ എന്തിനാ തർക്കം? ചെറിയ വിഷയങ്ങളില്ല. ദൈവത്തിന്റെ പേരിലാ തർക്കം, ആചാരങ്ങളുടെ പേരിലാ തർക്കം. ഈ തർക്കങ്ങളിലൂടെ മതങ്ങളുടെ ചട്ടക്കൂടിനകത്തു നിന്ന്, പുരോഹിതന്മാരുടെ ഉപദേശങ്ങളുടെ ചട്ടക്കൂട് അകത്തു നിന്ന് ഭരണാധികാരികൾ മോചിതരാവാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യം ഉണ്ടാക്കിയത്. ജനാധിപത്യം ബ്രിട്ടീഷുകാർ പോയി എന്നിട്ട് ഇന്ത്യയിൽ കുറേ മുഖ്യസ്ഥന്മാർക്ക് ഭരിക്കാൻ വേണ്ടിയാണെന്ന ധാരണയാണ് നമ്മുടെ ഈ രാജ്യം ഇപ്പോഴും പിന്തുടരുന്നത്. ജനാധിപത്യം വരുന്നതോടുകൂടി ആചാരാനുഷ്ഠാനങ്ങളുടെയും മത നിയന്ത്രണത്തിൻ്റെയും പരിധിയിൽ നിന്ന് മനുഷ്യൻ്റെ ചിന്തയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെമോക്രസി ഉണ്ടായത്. പക്ഷേ എന്താ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഡെമോക്രസിയിലും നമ്മുടെ രാജ്യത്തിപ്പോൾ മതങ്ങൾ കയറി കൈയടക്കിയിരിക്കുന്നു. ഡെമോക്രസി മതത്തിൻ്റെ കയ്യിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാമിമാർ വരുന്നു, അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ.